നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പിണറായി വിജയന്റെ ഗൺമാൻമാർക്ക് എതിരായ മർദ്ദന കേസിൽ ADGP MR അജിത് കുമാറിന് കുരുക്കുമുറുകുന്നു. കേസ് എഴുതിത്തള്ളാൻ അജിത് കുമാർ കേസ് ഡയറി തിരുത്തിച്ചുവെന്ന് SITയുടെ കണ്ടെത്തൽ. ഇതിനായി 2024 വയനാട് ദുരന്തത്തെ മറയാക്കിയെന്നും റിപ്പോർട്ട്. അജിത് കുമാറിന് എതിരെ പ്രത്യേക സംഘം DGPക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഡോക്ടർ രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാകുന്നതിൽ ഭരണത്തിലുള്ളവർ മറുപടി പറയട്ടെ എന്ന് KC വേണുഗോപാൽ. നിയമനത്തിലെ ഡീൽ വൈകാതെ പുറത്തുവരുമെന്ന് MV ഗോവിന്ദൻ. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ ഖേൽക്കർ ഇന്ന് തന്നെ ചുമതലയേൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. വ്യവസായ വകുപ്പ് ഡയറക്ടറുടെ നിയമനം ആഭ്യന്തരകാര്യമെന്നും മാധ്യമങ്ങളെ അറിയിക്കേണ്ടതില്ല എന്നും PK കുഞ്ഞാലിക്കുട്ടി. UDF അധികാരമേറ്റ 6ാം നാൾ മുൻ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിജിലൻസ് അന്വേഷണം. നടപടി മലങ്കര ടൂറിസം പദ്ധതിയിലെ 112 കോടി രൂപയുടെ ക്രമക്കേട് പരാതിയിൽ. ഇടുക്കി വിജിലൻസ് DYSP അന്വേഷിക്കും. പദ്ധതി നടപ്പാക്കിയത് PPP മാതൃകയിൽ സുതാര്യമായെന്നും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും റോഷി അഗസ്റ്റിൻ. പദ്ധതിയുടെ ആകെ ചെലവാണ് 112 കോടിയെന്നും റോഷി അഗസ്റ്റിൻ. നടൻ ടിനി ടോമിന് എതിരെ താരസംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകി നടി നീന കുറുപ്പ്. സംഘടനയുടെ കുടുംബസംഗമത്തിൽ ടിനി അപമാനിച്ചു എന്ന് നീന. അൻസിബയോട് ഓഫീസിൽ എത്താൻ നിർദ്ദേശം ഒപ്പമുണ്ടെന്ന് WCC. അൻസിബയ്ക്ക് എതിരെ ആരോപണവുമായി അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ. CBSE +2 മൂല്യനിർണ്ണയ പ്രതിസന്ധിയിൽ ഇടപെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ CBSEയിൽ നിന്ന് റിപ്പോർട്ട് തേടി. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടിയുണ്ടാവും. ഫീസ് അടച്ചിട്ടും നിരവധി വിദ്യാർത്ഥികൾക്ക് ഇനിയും ഉത്തരക്കടലാസിന്റെ പകർപ്പ് കിട്ടിയിട്ടില്ല. അധികമായി ഈടാക്കിയ ഫീസ് തിരിച്ചു നൽകുമെന്ന് CBSE. IPL സൂപ്പർ 4-ലെ 4ാമത്തെ ടീമിനെ ഇന്നറിയാം. 3:30 മുംബൈ രാജസ്ഥാനെയും 7:30 കൊൽക്കത്ത ഡൽഹിയെയും നേരിടും. ഇന്ന് ജയിച്ചാൽ രാജസ്ഥാൻ സൂപ്പർ 4-ൽ. പിണറായി വിജയന്റെ ഗൺമാൻമാർക്കെതിരായ മർദ്ദന കേസിൽ ADGP MR അജിത് കുമാറിന് കുരുക്കുമുറുകുന്നു. കേസ് എഴുതിത്തള്ളാൻ അജിത് കുമാർ കേസ് ഡയറി തിരുത്തിച്ചു എന്നതാണ് SITയുടെ കണ്ടെത്തൽ. ഇതിനായി 2024 വയനാട് ദുരന്തത്തെ മറയാക്കിയെന്നും റിപ്പോർട്ടുണ്ട്. മാധ്യമങ്ങൾ ദുരന്തം ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ കേസ് അവസാനിപ്പിക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥരെ 3 ദിവസം തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി റിപ്പോർട്ട് തിരുത്തിച്ചു. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴിയിലും റിപ്പോർട്ടിലുമാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. അജിത് കുമാറിനെതിരെ പ്രത്യേക സംഘം DGPക്ക് റിപ്പോർട്ട് നൽകും. ലോകം മുഴുവൻ കണ്ട ഈ മർദ്ദനത്തിന് തെളിവില്ലെന്നും ദൃശ്യങ്ങളില്ലെന്നുമായിരുന്നു പിണറായി സർക്കാരിന്റെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചത് 2024 ഓഗസ്റ്റ് 16-നാണ്. അതായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ 17ാം നാൾ. ക്രമസമാധാന ADGP ആയിരുന്ന MR അജിത് കുമാറിന്റെ സമ്മർദ്ദം കൊണ്ടാണ് ആ സമയത്ത് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് SITയുടെ കണ്ടെത്തൽ. വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ മേൽനോട്ട ചുമതല അജിത് കുമാറിനായിരുന്നു. ഈ സമയത്താണ് അജിത് കുമാർ അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തുള്ള തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. അതേസമയം തന്നെ അജിത് കുമാറും തിരുവനന്തപുരത്തെത്തി. ഗൺമാൻമാരെ കുറ്റവിമുക്തരാക്കി എത്രയും വേഗം കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നും ഇപ്പോൾ നൽകിയാൽ മാധ്യമങ്ങളൊന്നും അറിയില്ല എന്നും നിർദ്ദേശിച്ചു. തെളിവുകൾ എതിരാണെന്നും ഇനിയും അന്വേഷിക്കാനുണ്ടെന്നും ഉദ്യോഗസ്ഥർ നിലപാടെടുത്തതോടെ അദ്ദേഹത്തിന്റെ ഓഫീസിലിരുത്തി റിപ്പോർട്ട് തിരുത്തിച്ചു. ഓഗസ്റ്റ് 13, 14, 15 തീയതികളിൽ തിരുവനന്തപുരത്ത് താമസിപ്പിച്ച റിപ്പോർട്ട് തിരുത്തി എഴുതിയതിനു ശേഷമാണ് ആലപ്പുഴയിലേക്ക് മടക്കിയത്. തെളിവുണ്ടെന്ന് വിശദീകരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് ഒഴിവാക്കി പരാതിക്കാർ മർദ്ദന ദൃശ്യങ്ങൾ ഹാജരാക്കിയില്ല, ഗൺമാൻമാർ ചെയ്തത് ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രം, ജോലിയുടെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കരുതെന്ന് നിയമമുണ്ടെന്നും എഴുതി ചേർത്തു. അങ്ങനെയാണ് കേസ് എഴുതിത്തള്ളാനുള്ള റിപ്പോർട്ട് കോടതിയിൽ നൽകേണ്ടി വന്നതെന്നാണ് അന്നത്തെ ഉദ്യോഗസ്ഥരുടെ മൊഴി. തിരുത്തിയ റിപ്പോർട്ടും തിരുത്താത്ത റിപ്പോർട്ടും SITയുടെ പക്കലുണ്ട്. ഇതോടെ അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് SIT DGPക്ക് റിപ്പോർട്ട് നൽകിയേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ഇന്ന് ചുമതലയേൽക്കും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിൽ തന്നെ ചുമതല ഏറ്റെടുക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയാക്കിയതിൽ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വിമർശനം ഉയർന്നിരുന്നു.
CPM നേതാവ് പി രാജീവ് അടക്കമുള്ളവർ നിയമനത്തിനെതിരെ രംഗത്തെത്തി. UDF-നെ ജയിപ്പിച്ചതിലുള്ള ഉപകാരസ്മരണ എന്നാണ് ആരോപണം. നിയമനത്തിൽ രാഷ്ട്രീയമില്ലെന്നും കാര്യശേഷിയുള്ള രത്തൻ ഖേൽക്കർ ഉദ്യോഗസ്ഥനാണെന്നും KPCC അധ്യക്ഷനും പ്രതികരിച്ചു. കേരള മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കറെ നിയമിച്ചതിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP. ബംഗാളിൽ സമാനമായ നടപടി ഉണ്ടായപ്പോൾ വിമർശിച്ച കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇപ്പോൾ മറുപടിയില്ലേ എന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ ചോദിച്ചു. കോൺഗ്രസിൻ്റേത് ഇരട്ടത്താപ്പെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിമർശിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ ഖേൽക്കറുടെ നിയമനത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് ചോദ്യം ചെയ്യുകയാണ് BJP ദേശീയ നേതൃത്വം. പശ്ചിമ ബംഗാളിൽ സമാന നിയമനമുണ്ടായപ്പോൾ വിമർശിച്ച രാഹുൽ ഗാന്ധി കേരളത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിൽ മൗനം പാലിക്കുകയാണെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ എക്സിൽ കുറിച്ചു. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇരട്ടത്താപ്പാണെന്നും അമിത് മാളവ്യ കൂട്ടിച്ചേർത്തു. രത്തൻ ഖേൽക്കറിന്റെ നിയമനത്തിൽ ഡീലുണ്ടോ എന്ന് വൈകാതെ പുറത്തുവരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. 10,000-കണക്കിന് ആളുകളുടെ വോട്ടവകാശം നിഷേധിച്ച കമ്മീഷനാണ് ഇപ്പോൾ നിയമനം നൽകിയത്. കോൺഗ്രസിന് ഇരട്ടത്താപ്പാണെന്നും KC വേണുഗോപാലിന് കേരളത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. KC വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് അതെല്ലാം ഭരണകക്ഷിക്കാരുടെ ഭരണം നടത്തുന്നവരുടെ ചുമതലയാണ് എന്നാണ്. അപ്പോൾ അത് അവർ പറയുമെന്നാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയാണ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. KC വേണുഗോപാലിന് കേരളത്തെപ്പറ്റി പറയാൻ പറ്റുന്നില്ല. ഒരു ഇരട്ടത്താപ്പ് നയമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് VD സതീശന്റെ മംഗളൂരു യാത്ര BJP നേതാക്കളുമായുള്ള കൂടിയാലോചനകൾക്കാണെന്ന് ആക്ഷേപമുണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. UDF-ഉം തിരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തുടക്കം മുതൽ പ്രശ്നമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായപ്പോൾ മംഗലാപുരത്തേക്കൊരു യാത്ര നടത്തിയിരുന്നു. ആ മംഗലാപുരം യാത്രയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അത് BJP-യുടെ ഉയർന്ന നേതൃത്വവുമായി കൂടിയാലോചന നടത്തുന്നതിന് വേണ്ടിയാണ് പോയത് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള സൂചനകളുണ്ടെന്നും എല്ലാമുള്ള പ്രശ്നങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. VD സതീശന്റെ ബംഗളൂരു യാത്രയെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. ഖേൽക്കറുടെ നിയമനം അങ്ങേയറ്റം ദുരൂഹത നിറഞ്ഞതാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായുള്ള രത്തൻ ഖേൽക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയാനില്ലെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇത്തരം കാര്യങ്ങൾ ഭരണത്തിലുള്ളവർ തീരുമാനിക്കട്ടെ എന്നും വേണുഗോപാൽ പറഞ്ഞു. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ അതൊക്കെ ഭരണപരമായ കാര്യങ്ങളാണ്. അത് ഭരണത്തിലിരിക്കുന്നവർ തീരുമാനിക്കും. അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകും. വ്യവസായ വകുപ്പ് ഡയറക്ടറുടെ നിയമന വിഷയത്തിൽ പ്രതികരണത്തിനില്ലെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അതൊക്കെ ആഭ്യന്തര കാര്യമാണ്, മാധ്യമങ്ങളെ അറിയിക്കേണ്ടതില്ല. ഇപ്പോൾ സർക്കാർ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കാനാണ് ശ്രമം. വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളമെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. മുൻമന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിജിലൻസ് അന്വേഷണം. മലങ്കര ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 112 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം. UDF സർക്കാർ അധികാരമേറ്റ് 6ാം നാളാണ് റോഷിക്കെതിരായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇടുക്കി വിജിലൻസ് DYSPക്കാണ് അന്വേഷണ ചുമതല. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മുൻമന്ത്രി റോഷി അഗസ്റ്റിൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല എന്നും നടപടിക്രമങ്ങൾ പാലിച്ചാണ് ടെൻഡർ വിളിച്ചത് എന്നും റോഷി പറഞ്ഞു. സർക്കാരിന് ഒരു നഷ്ടവും ഉണ്ടാക്കുന്ന പദ്ധതി അല്ല എന്നും ലാഭത്തിന്റെ വിഹിതമല്ല വരുമാനത്തിന്റെ വിഹിതമാണ് സർക്കാരിന് ലഭിക്കുന്നത് എന്നും റോഷി വ്യക്തമാക്കി. FSIT റീഡിഫൈൻ ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് മലങ്കര ടൂറിസം പദ്ധതിക്കുള്ള കരാർ നൽകിയത്. ഇതിൽ ക്രമക്കേട് നടന്നുവെന്നാണ് ആരോപണം. മുട്ടം സ്വദേശി ബേബി ജോസഫാണ് പരാതിക്കാരൻ. ടെൻഡർ നടപടികൾ സുതാര്യമായിരുന്നില്ല. 30 വർഷത്തേക്ക് ജലാശയം സ്വകാര്യ ഏജൻസിക്ക് പാട്ടത്തിന് നൽകി. പദ്ധതി ലാഭത്തിന്റെ 3.5% മാത്രം സർക്കാരിന് ലഭിക്കുന്ന രീതിയിലാണ് കരാർ തയ്യാറാക്കിയിരിക്കുന്നത്. ബാക്കി 96.5% സ്വകാര്യ ഏജൻസിക്ക് ലഭിക്കും. ടെൻഡർ വിളിച്ചതിന് ശേഷം രൂപീകരിച്ച ഒരു കടലാസ് കമ്പനിക്കാണ് കരാർ നൽകിയതെന്നും ഈ കമ്പനി മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തതെങ്കിലും റീടെൻഡർ വിളിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഈ പരാതി ഉയർന്നു വന്നത്. എന്നാൽ അന്ന് അന്വേഷണം ഒന്നും തന്നെ ഉണ്ടായില്ല. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിച്ച മുൻമന്ത്രി റോഷി അഗസ്റ്റിൻ രംഗത്ത് വരികയും ചെയ്തു. 112 കോടിയുടെ പദ്ധതിയാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോൾ ഒരു ആക്ഷേപങ്ങളോ പരാതിയൊക്കെ ഉണ്ടായാൽ പിന്നെ പരാതി തമ്മിൽ അന്വേഷിക്കാമല്ലോ. അന്വേഷണം ഏതായാലും ആവശ്യമാണ്. ഇതിലൊരു പൈസ സർക്കാരിന് മുതൽ മുടക്കില്ല. ഇത് ലാഭവിഹിതത്തിൻ്റെ ഷെയറല്ല, ടേൺ ഓവറിൻ്റെയാണ്. റവന്യൂ വരുമാനത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് സർക്കാരിലേക്ക് അടക്കുകയാണ്. ഗവൺമെൻറ് പൈസ അങ്ങോട്ട് മുടക്കുന്നില്ല. ഇതാണ് എൻ്റെ വസ്തുത. സർക്കാർ മാറിയതോടെയാണ് ഈ പരാതിയിൽ അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടമായി പരാതിക്കാരനായ ബേബി ജോസഫിന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തും. തുടർന്ന് പരാതിയുമായി ബന്ധപ്പെട്ട ഫയലുകളും രേഖകളും പരിശോധിക്കും. ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വിജിലൻസ് കടക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CBSE +2 മൂല്യനിർണ്ണയ പ്രതിസന്ധിയിൽ ഇടപെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ CBSE നിന്ന് റിപ്പോർട്ട് തേടി. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് വകുപ്പ് അധികൃതർ നൽകുന്ന സൂചന. അതേസമയം പുനർമൂല്യനിർണ്ണയത്തിന് ഉത്തരപേപ്പറുകളുടെ പകർപ്പിന് അന്വേഷിക്കേണ്ട സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. എന്നിട്ടും ഫീസ് അടച്ചിട്ടും നിരവധി വിദ്യാർത്ഥികൾക്ക് ഇനിയും ഉത്തരക്കടലാസിന്റെ പകർപ്പ് കിട്ടിയില്ല എന്ന പരാതി വ്യാപകമാണ്. CBSE ക്ലാസ് പരീക്ഷാ ഫലം റദ്ദാക്കി പഴയ രീതിയിൽ മൂല്യനിർണ്ണയം നടത്തണമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം. CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്ക് നിർണ്ണയ രീതി വേണ്ടെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നു. പ്രത്യേക മൂല്യനിർണ്ണയം നടത്തിയ ഗൾഫിലെ ഫലത്തിനെതിരെയും വ്യാപകമായി പരാതി ഉയരുന്നുണ്ട്. പല വിദ്യാർത്ഥികളും 3 വിഷയങ്ങൾക്ക് വരെ തോറ്റുവെന്നാണ് പരാതി. സാങ്കേതിക പ്രശ്നം മാത്രമെന്നും ജൂൺ 15 പുറത്തിറക്കുന്ന പുതിയ സർക്കുലറിൽ പരിഹാരം ഉണ്ടാകുമെന്നുമാണ് ആശങ്കയറിയിച്ച CBSE മാനേജ്മെന്റ് അസോസിയേഷന് നേരത്തെ വകുപ്പിൽ നിന്ന് ലഭിച്ച മറുപടി. ടിനി ടോമിനെതിരെ അമ്മ സംഘടനയിൽ പരാതി നൽകി നടി നീന കുറുപ്പ്. അമ്മ കുടുംബസംഗമത്തിനിടെ ടിനി അപമാനിച്ചുവെന്നും പരസ്യമായി അസഭ്യവും അശ്ലീലവും പറഞ്ഞുവെന്നും പരാതി. ശാരീരികമായി ഭീഷണിപ്പെടുത്തിയെന്നും ആക്രമിക്കാൻ ശ്രമം നടത്തിയെന്നും നീന കുറുപ്പ് പരാതിയിൽ പറയുന്നു. പ്രശ്നങ്ങൾ അമ്മ സംഘടനയിൽ തന്നെ തീർക്കണം. അൻസിബ നല്ല കുട്ടിയാണ്. ടിനിക്ക് എതിരെ പരാതി കൊടുക്കണമോ എന്ന് ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരാതി വൈകിയത് എന്നും നീന കുറുപ്പ് പ്രതികരിച്ചു. കംപ്ലൈന്റ് ഞാൻ അസോസിയേഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബൈലോ അനുസരിച്ചിട്ട് നമ്മൾ ഈ വക കാര്യങ്ങൾ പുറത്തല്ല തീർക്കാൻ നോക്കേണ്ടത്. ആദ്യം നമ്മൾ അസോസിയേഷന്റെ ഉള്ളിലാണ് തീർക്കാൻ നോക്കേണ്ടത്. അതാണ് നമ്മുടെ ബൈലോ നിയമമുള്ളത്. സോ ഐ വുഡ് ലൈക്ക് ടു ഗിവ് ടൈം ടു ദി അസോസിയേഷൻ. അതിന്റെ ഭാരവാഹികൾക്ക് ടൈം കൊടുക്കണം എന്ന് തന്നെയാണ് ഇതിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അവരത് ടേക്കപ്പ് ചെയ്യും. അടുത്ത ദിവസം തന്നെ അത് ടേക്കപ്പ് ചെയ്യും. ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ള കംപ്ലൈന്റ് കൊടുത്തിട്ട്, സംഭവം നടന്നിട്ട് കുറച്ച് ആഴ്ചകളായിട്ടുണ്ട്. പക്ഷേ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പം അത് ടേക്കപ്പ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. ടേക്കപ്പ് അവർ ചെയ്യും. ഐ വാസ് കൺഫ്യൂസ്. കൊടുക്കണ്ടേ. പിന്നെ എവിടെയോ എനിക്കൊരു പോയിന്റ് തോന്നി, കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഒരു കാര്യത്തിന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ മറ്റൊരു രീതിയിൽ ആ ഒരു അന്യായമോ അനീതിയോ വളർത്താൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. തൃശ്ശൂരിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഇന്ന്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. നാളെയും മഴ ശക്തമായി തുടരും. നാളെ 9 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് കിഴക്കൻ അറബിക്കടലിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി കേരളത്തിലും തമിഴ്നാടിനും മുകളിൽ കന്യാകുമാരി വരെ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിട്ടുണ്ട്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും മുകളിലും ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ചയോടെ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്. പയ്യന്നൂരിൽ നേതാക്കൾ വി കുഞ്ഞികൃഷ്ണന് വോട്ട് ചോർത്തി നൽകിയെന്ന് ആരോപിച്ച് CPM ഏരിയ കമ്മിറ്റിയിൽ രൂക്ഷമായ വാക്കേറ്റം. ലോക്കൽ സെക്രട്ടറി വോട്ട് ചോർത്തി നൽകിയതിന് തെളിവുണ്ടെന്നും ഏരിയ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. നേതാക്കളിൽ പലരും ഒളിഞ്ഞും തെളിഞ്ഞും കുഞ്ഞികൃഷ്ണനെ സഹായിച്ചു. രാത്രികാലങ്ങളിൽ രഹസ്യ പ്രചരണം നടത്തി. രക്തസാക്ഷി ഫണ്ട് കണക്ക് പുറത്തു വരില്ലെന്നുറപ്പായതോടെ അണികൾ എതിരായെന്നും വിമർശനം ഉയർന്നു. പാർട്ടി സ്ഥാനാർത്ഥി തോറ്റുകാണാൻ പ്രവർത്തകരും അനുഭാവികളും ആഗ്രഹിച്ചുവെന്നും ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ CPM തകരുമെന്നും ഏരിയ കമ്മിറ്റി യോഗം വിലയിരുത്തി. സെക്സ് റാക്കറ്റ് കേസിലെ മുഖ്യപ്രതി സിന്ധു പരാതിക്കാരി ഏജന്റിന് അയച്ച ശബ്ദ സന്ദേശം പുറത്ത്. ഗുണ്ടകളെയും പോലീസിനെയും തനിക്ക് പരിചയമുണ്ടെന്നും നാട്ടിലാണെങ്കിലും ദുബായിലാണെങ്കിലും നല്ല ബന്ധങ്ങളുണ്ടെന്നുമാണ് സന്ദേശത്തിൽ പറയുന്നത്. പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്നും സിന്ധു ഓഡിയോയിൽ വ്യക്തമാക്കുന്നു. അതേസമയം സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് ലഭിച്ച 2 പരാതികളിൽ കൂടി പോലീസ് കേസെടുത്തു.
മോഡലിംഗിനെ മറയാക്കിയുള്ള സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യപ്രതി സിന്ധുവിന്റെ നിർണായക ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ഗുണ്ടകളുമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും നല്ല ബന്ധമാണെന്ന് സിന്ധു ഫോൺ സന്ദേശത്തിൽ പറയുന്നു. സൈബർ സെല്ലിലടക്കം തനിക്ക് പരിചയമുള്ള ആളുകൾ ഉണ്ടെന്ന് അവകാശപ്പെട്ട പ്രതി തന്നെ പിടികൂടാനോ കേസെടുക്കാനോ സാധ്യതയില്ലെന്നും പറയുന്നുണ്ട്. പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ സിന്ധു ഏജന്റിന് അയച്ച സന്ദേശമാണിത്. പോലീസോ സൈബർ സെല്ലുകാർക്ക് സൈബർ സെല്ലോ ദുബായിലായാലും എനിക്ക് നല്ല കോൺടാക്ട് ഉണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം പുതുതായി ലഭിച്ച 2 പരാതികളിൽ കൂടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിലും സിന്ധുവും ബിലാലും തന്നെയാണ് മുഖ്യപ്രതികൾ. ഇരുവരുടെയും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇരുവരും ലക്ഷങ്ങൾ സമ്പാദിച്ചെന്നാണ് വിലയിരുത്തൽ. ബിലാലിന് നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നും പോലീസ് കണ്ടെത്തി. സിന്ധുവിന്റെ അക്കൗണ്ടിൽ നിന്ന് ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ അക്കൗണ്ടിലേക്കും നിരവധി തവണ പണം എത്തിയിട്ടുണ്ട്. പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ 2 ദിവസത്തിനുള്ളിൽ പോലീസ് സമർപ്പിക്കും. അമൃത ന്യൂസ്, കൊച്ചി. കാസർകോട്ടെ റെയിൽവേ യാത്രാ ക്ലേശത്തിന് പരിഹാരം കാണുവാൻ ജില്ലാ ഭരണകൂടത്തിന്റെ റെയിൽവേ മാസ്റ്റർ പ്ലാൻ. 18 ട്രെയിനുകൾ കാസർകോട്ടേക്ക് നീട്ടണമെന്നും സൂപ്പർ ഫാസ്റ്റുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നുമാണ് ആവശ്യം. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പാലക്കാട് DRMന് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. കണ്ണൂരിലും മംഗലാപുരം സെൻട്രലിലും മംഗലാപുരം ജംഗ്ഷനിലും സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ടേക്ക് നീട്ടണമെന്നും നിർത്തലാക്കിയ പാസഞ്ചർ സർവീസുകൾ പുനഃസ്ഥാപിക്കണമെന്നും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നു. കാസർഗോഡ് ജില്ല നിലവിൽ നേരിടുന്ന കടുത്ത യാത്രാക്ലേശങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പാലക്കാട് DRM മധുകർ റാവത്തർക്ക് നൽകിയത്. കണ്ണൂരിൽ സർവീസ് അവസാനിപ്പിക്കുന്ന ആലപ്പുഴ എക്സ്പ്രസ്, തിരുവനന്തപുരം ജനശതാബ്ദി, ഷൊർണൂർ മെമു, എറണാകുളം എക്സ്പ്രസ്, തൃശൂർ എക്സ്പ്രസ്, കോഴിക്കോട് പാസഞ്ചർ, പാലക്കാട് എക്സ്പ്രസ് തുടങ്ങിയവ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ വരെ നീട്ടിയാൽ ലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് നേരിട്ട് ഗുണം ചെയ്യുമെന്ന് ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നു. ജില്ലാ കലക്ടറുടെ സാന്നിധ്യത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ഡിവിഷണൽ മാനേജർക്ക് ജില്ലാ കലക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഏകദേശം ഒരു 18ഓളം ട്രെയിൻസ് അവിടെ വെച്ച് സ്റ്റോപ്പ് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ കണ്ണൂർ വരെയുള്ള ട്രെയിന് കാസർഗോഡ് സൗകര്യങ്ങളില്ലെങ്കിൽ മാംഗ്ലൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ളൊരു പ്രപ്പോസൽ നമ്മൾ വെച്ചു. അതേപോലെ തന്നെ മാംഗ്ലൂർ വരുന്ന ട്രെയിനുകൾ ഇപ്പോൾ കാസർഗോഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കണ്ണൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ആ ഒരു പ്രപ്പോസലാണ് നമ്മൾ വെച്ചത്. തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ്, എറണാകുളം ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ്, കോയമ്പത്തൂർ ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ് എന്നീ ട്രെയിനുകൾക്ക് അടിയന്തരമായി സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്നു. റെയിൽവേ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കിയാൽ വടക്കൻ കേരളത്തിലേക്കുള്ള യാത്രാ ദുരിതം കുറക്കുന്നതിനൊപ്പം റെയിൽവേക്ക് വലിയ രീതിയിലുള്ള വരുമാന വർധനവും നേടാൻ സാധിക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്. മുഖ്യമന്ത്രിയും പറവൂർ MLAയുമായ VD സതീശന് പറവൂർ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. സിനിമാ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. വളരെ ദൈവികമായ ഒരു നിയോഗത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വളരെയധികം വെല്ലുവിളി നിറഞ്ഞതാണ് ഈ നിയോഗം. കൊച്ചിയെ മാതൃകാ നഗരമാക്കി മാറ്റുമെന്നും കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുടെ ആസ്ഥാനമാക്കി ജില്ലയെ മാറ്റുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വോട്ട് ചെയ്യാൻ സ്വദേശമായ പശ്ചിമ ബംഗാളിലേക്ക് പോയ അതിഥി തൊഴിലാളികൾ തിരിച്ചു വരാത്തതിനെ തുടർന്ന് സംസ്ഥാനത്ത് തൊഴിലാളി ക്ഷാമം രൂക്ഷമാണ്. തൊഴിലാളി ക്ഷാമത്തെ തുടർന്ന് ചെറുകിട സംരംഭകർ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലാണ്. വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിട്ടും അതിഥി തൊഴിലാളികൾ സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്താൻ വിമുഖത കാട്ടുകയാണ്. വോട്ട് ചെയ്യാനായി പശ്ചിമ ബംഗാളിലേക്ക് പോയ അതിഥി തൊഴിലാളികൾ 1.5 മാസമായിട്ടും തിരിച്ചെത്തിയിട്ടില്ല. തിരികെ വരാൻ ഉയർന്ന ശമ്പളമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആവശ്യപ്പെടുന്ന ശമ്പളം നൽകാമെന്ന് പറഞ്ഞിട്ടും തിരികെ എത്താൻ അതിഥി തൊഴിലാളികൾ തയ്യാറാകാത്തതോടെ സംസ്ഥാനത്തെ വ്യവസായ മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. പല സ്ഥാപനങ്ങളും തൊഴിലാളികളില്ലാതെ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥിതി. ഏറ്റെടുത്ത പണികൾ പൂർത്തിയാക്കാൻ സാധിക്കാതെ കുഴങ്ങിയിരിക്കുകയാണ് ചെറുകിട വ്യവസായികൾ. വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടും
പലരും തിരിച്ചു വരാൻ തയ്യാറാകാത്തതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ്. 1 മാസത്തോളമായി അവർ പോയിട്ട് ഇലക്ഷൻ ടൈമിൽ പോയതാണ്. ഇത് വരാത്തത് കൊണ്ട് തന്നെ മൊത്തം ക്ലോസിംഗ് ആയിട്ട് ഒരു 10-35 പേരോളം വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ലോഡിന് പോകാനായിട്ടും കമ്പനിയിലുമായിട്ട്. വരാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ മൊത്തം സ്റ്റോക്കായി എല്ലാം നിർത്തി വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയായിട്ട് വിളിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും കൺഫേം ആയിട്ടില്ല. അത് എല്ലാ കമ്പനിയിലും ഇപ്പോൾ ആൾക്കാർ കമ്മിയാണ്. എല്ലാവിടെയും 25 പേരൊക്കെ വർക്ക് ചെയ്ത അവിടെ 1-2 ആൾക്കാരായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരായ ഇതിന് സെറ്റും ആകുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നത്. അവർ ഇപ്പോൾ അവിടെ തന്നെ കൂലി എല്ലാം ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. നമ്മൾ കൂലി ഇവിടെ നിന്ന് കൂട്ടിക്കൊടുക്കാമെന്നെല്ലാം പറയുന്നുണ്ട്. ഇനി അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാറുണ്ടാണ്. ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളാണ് ഇതിൽ കൂടുതലും. പശ്ചിമ ബംഗാളിൽ പുതിയ സർക്കാർ അധികാരത്തിലേറിയതോടെ ജോലി സാധ്യത വർദ്ധിച്ചതായും ഉയർന്ന കൂലി സ്വന്തം നാട്ടിൽ തന്നെ ലഭിക്കുമ്പോൾ മറ്റൊരു നാട്ടിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാടിലാണ് അതിഥി തൊഴിലാളികൾ. അമൃത ന്യൂസ്, പാലക്കാട്. കണ്ണനെ തൊഴുത് പ്രാർത്ഥിച്ച് തുലാഭാരം നടത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തുലാഭാരത്തിനായി 71 കിലോഗ്രാം വെണ്ണ വേണ്ടിവന്നു. ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഗുരുവായൂരിൽ എത്തുന്നത്. ദേവസ്വം ചെയർമാൻ A.V. ഗോപിനാഥ്, അഡ്മിനിസ്ട്രേറ്റർ O.B. അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. ദേവസ്വം ചെയർമാൻ മുഖ്യമന്ത്രിയെ പൊന്നാടയണിയിച്ചു. റവന്യൂ മന്ത്രി A.P. അനിൽകുമാറിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി ഗുരുവായൂരിൽ എത്തിയത്. ജമ്മുകശ്മീരിൽ രജൌരിയിൽ പിർപഞ്ചൽ വനമേഖലയിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി സുരക്ഷാസേന. RPG, AK-47 തോക്ക് ഉൾപ്പെടെ വൻ ആയുധശേഖരം പിടിച്ചെടുത്തു. സൈന്യവും ജമ്മുകശ്മീർ പോലീസും CRPFും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയത്. മേഖലയിൽ കൂടുതൽ സേനാ വിന്യാസം നടത്തി ഭീകരരെ കണ്ടെത്താൻ പരിശോധന തുടരുകയാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മേഖലയിൽ സൈന്യം പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു. കോക്രോച്ച് പാർട്ടിക്കെതിരായ നീക്കങ്ങളിൽ പ്രതികരണവുമായി KC വേണുഗോപാൽ. വലിയ തോതിലുള്ള അസംതൃപ്തി രാജ്യത്ത് വളരുന്നു. രാജ്യത്തെ യുവാക്കളോട് അസഹിഷ്ണുത പാടില്ല എന്നും സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന യുവജന രോഷമാണ് കാണുന്നത് എന്നും KC വേണുഗോപാൽ പറഞ്ഞു. IPL സൂപ്പർ 4-ലെ 4ാമത്തെ ടീമിനെ ഇന്നറിയാം. ഇന്ന് 2 മത്സരങ്ങളാണ്. 3:30 മുംബൈ രാജസ്ഥാനെയും കൊൽക്കത്ത ഡൽഹിയെയും നേരിടും. ഇന്ന് ജയിക്കാനായാൽ രാജസ്ഥാൻ റോയൽ സൂപ്പർ 4-ലെത്തും. തോറ്റാൽ പഞ്ചാബ് കിങ്സിനാണ് സാധ്യത. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.